ഹലോ എവ്രിബഡി, വെൽക്കം ടു ഡോട്ട്സ് അക്കാഡമി. നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10 കറന്റ് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ 10 കറന്റ് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പം നമുക്ക് ഈ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവും അതേപോലെ തന്നെ അഡീഷണൽ പോയിന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് നോക്കാം. So let's see the first question. The world's first Vedic clock is set to unveil in. സോ വേൾഡിലെ ഫസ്റ്റ് വേദിക് ക്ലോക്ക്, ആദ്യമായിട്ട് പഞ്ചാംഗം ബേസ് ചെയ്തിട്ട് ഒരു വേദിക് ക്ലോക്ക് വരാൻ പോവുകയാണ് വേൾഡിലെ തന്നെ. അതെവിടെയാണ് ഇനോഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്, ഇനോഗ്രേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. എവിടെയാണ്? ഉജ്ജയിൻ മധ്യപ്രദേശിലാണ് ഇങ്ങനെയൊരു വേദിക് ക്ലോക്ക് വരുന്നത്. എൻ്റെ ഒറിജിനൽ പേര് ഇതാണ്, വിക്രമാദിത്യ വേദിക് ക്ലോക്ക്. സോ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ഇന്ത്യൻ പഞ്ചാംഗ് നമ്മൾ പറയുന്നത് അൽമനാക്ക്. ഓക്കെ, ഇംഗ്ലീഷിൽ അൽമനാക്കാണ്. പഞ്ചാംഗത്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് മധ്യപ്രദേശിലെ ഉജ്ജയിൻ സിറ്റിയിലാണ് ഇങ്ങനെയൊരു വേദിക് ക്ലോക്ക് വരാൻ പോകുന്നത്. ഉജ്ജയിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ പാസസ് ത്രൂ ദ സിറ്റി. സോ ഈ സിറ്റിയിലൂടെയാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ പാസ് ചെയ്യുന്നത്. Now next one, name India's largest tribal festival held at മേദാരം in തെലങ്കാനയിലെ മേദാരത്തിൽ ഒരു ലാർജസ്റ്റ് ട്രൈബൽ ഫെസ്റ്റിവൽ നടക്കാറുണ്ട്. അത് ഏതാണ്, അതിൻ്റെ പേരെന്താണെന്നുള്ളതാണ്. സമക്ക സരളമ്മ ജാത്ര എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവലാണ്. ആൻഡ് ഇറ്റ് ഈസ് കൺസിഡേർഡ് ദ ലാർജസ്റ്റ് ട്രൈബൽ ഫെസ്റ്റിവൽ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എ മേദാരം ജാത്ര എന്നും കൂടി പറയാറുണ്ട്. ഇറ്റ് ഈസ് ഹെൽഡ് എവറി 2 years, ബൈ ആനുവലി ആണ്. ഈ 2 വർഷം കൂടുമ്പോഴാണ് ഇങ്ങനെ ഒരു ഫെസ്റ്റിവൽ, ലാർജസ്റ്റ് ട്രൈബൽ ഫെസ്റ്റിവൽ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് പല വിധത്തിലാകാം. ലാർജസ്റ്റ് ട്രൈബൽ ഫെസ്റ്റിവലിൻ്റെ പേര് ചോദിക്കാം, അത് ഏതാ സ്ഥലം എന്ന് ചോദിക്കാം, എക്സാക്റ്റ് സ്ഥലം എവിടെയാണെന്ന് ചോദിക്കാം, മറ്റൊരു പേര് എന്താണെന്ന് ചോദിക്കാം, എപ്പോഴൊക്കെ നടക്കുന്നു എന്നുള്ളതും ചോദിക്കാവുന്നതാണ്. എവറിത്തിങ് ഈസ് എ ക്വസ്റ്റ്യൻ, പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യൻ. തേർഡ് വൺ, നെയിം ദ നാഷണൽ ട്രൈബൽ ഫെസ്റ്റിവൽ ഓർഗനൈസ്ഡ് ബൈ ട്രൈഫെഡ്. ഇത് നാഷണൽ ട്രൈബൽ ഫെസ്റ്റിവലാണ്. ഇത് ഓർഗനൈസ് ചെയ്തത് ട്രൈഫെഡ് ആണ്. സോ ഹെൽഡ് ന്യൂഡൽഹി. അപ്പം ഈ ട്രൈഫെഡിൻ്റെ ഈ ഫെസ്റ്റിവലിൻ്റെ പേരെന്താണെന്നാണ് ചോദ്യം. ഈ ഫെസ്റ്റിവലിൻ്റെ പേരാണ് ആടി മഹോത്സവ് 2024 ആണ് ട്രൈഫെഡിൻ്റെ ഫെസ്റ്റിവൽ. നമ്മൾ നേരത്തെ കണ്ടത് ലാർജസ്റ്റ് ട്രൈബൽ ഫെസ്റ്റിവൽ ആണ്, അത് തെലങ്കാനയിൽ നടക്കുന്നതാണ്. ഇത് ട്രൈഫെഡിൻ്റെ ഒരു ഫെസ്റ്റിവലാണ് ഓർഗനൈസ് ചെയ്തത്. ആൻഡ് ഇത് നടന്നത് മേജർ ധ്യാൻചന്ദ് നാഷണൽ സ്റ്റേഡിയം എവിടെയാണെന്നുള്ള ചോദിക്കാം. ദാറ്റ്സ് ഇൻ ദി നാഷണൽ ക്യാപിറ്റൽ ന്യൂഡൽഹി. ആൻഡ് ഇറ്റ് വാസ് ഓർഗനൈസ്ഡ് ബൈ ട്രൈഫെഡ് അണ്ടർ ദി ഏജീസ് ഓഫ് ദി മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ്. സോ ട്രൈബൽ അഫയേഴ്സിൻ്റെ മിനിസ്ട്രിയുടെ ഏജീസിൽ തന്നെയാണ് ഇത് നടന്നത്. ആൻഡ് ഇറ്റ് ഷോക്കേസ് ദി റിച്ച് ഡൈവേഴ്സിറ്റി ഓഫ് ഇന്ത്യാസ് ട്രൈബൽ ഹെറിറ്റേജ്. Fourth question, which country became the first country to introduce the right to abortion in the constitution? അതായത് പല കൺട്രീസും ലീഗലാക്കിയതാണ്, പക്ഷേ ആദ്യമായിട്ട് ഭരണഘടനയിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ അതൊരു അവകാശമാക്കി മാറ്റിയ ഫസ്റ്റ് രാജ്യം ഏതാണെന്നാണ് ചോദ്യം. അതേതാണ് രാജ്യം? ഫ്രാൻസ് ആണ് ആദ്യമായിട്ട് ഭരണഘടനയിലാക്കിയിട്ട് അതൊരു ഗ്യാരൻറ്റീഡ് റൈറ്റ് ആക്കി മാറ്റിയത്. അബോർഷൻ എന്ന് പറയുന്നത് പല യൂറോപ്യൻ രാജ്യങ്ങളിൽ ലീഗലാണ്. ഈ ഫ്രാൻസിൽ തന്നെ 1975 മുതൽ അത് ലീഗലാണ്. പക്ഷെ അതിപ്പോഴും ഒരു ഗ്യാരൻറ്റീഡ് റൈറ്റ് ആവുന്ന, കോൺസ്റ്റിറ്റ്യൂഷനിൽ വന്നൊരു ഗ്യാരൻറ്റീഡ് റൈറ്റ് ആവുന്നത് അതിപ്പോഴാണ്. സോ ഫ്രാൻസ് ഹസ് ബിക്കം ദി ഫസ്റ്റ് കൺട്രി ടു ഇൻക്ലൂഡ് ദിസ് പെർട്ടിക്കുലർ റൈറ്റ്. Fifth question, recently which ministry hosted the first Blue Talks? So Blue Talks meeting on the ocean in New Delhi. So Blue Talks എന്ന് പറയുമ്പോൾ തന്നെ എന്തുമായി ബന്ധപ്പെട്ടാൽ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും. Blue Talks is about ocean and it was held in New Delhi. സോ ഏത് മിനിസ്ട്രി ഹോസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. ഏതാണ് മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസസ് ആണ് ബ്ലൂ ടോക്ക് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ, ഈ ഒരു മീറ്റിംഗ് ഓർഗനൈസ് ചെയ്തത്. സോ ദ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസസ് ഹോസ്റ്റഡ് ദ ഫസ്റ്റ് ബ്ലൂ ടോക്ക്. അപ്പോൾ ഇതിന് മുമ്പ് തന്നെ നമുക്കിങ്ങനെ ഒരു ബ്ലൂ ടോക്സ് എന്ന് പറയുന്ന ഒരു മീറ്റിംഗ് നേരത്തെ ഉണ്ടായിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് ആ മീറ്റിംഗ് നടക്കുന്നത്. ആൻഡ് ദിസ് വാസ് കോ-പാർട്ടേഡ് ബൈ ദി എംബസി ഓഫ് ഫ്രാൻസ് ആൻഡ് ദി എംബസി ഓഫ് കോസ്റ്റാറിക്ക. അപ്പോൾ 2 പേരാണ് ഇതിൽ പങ്കെടുത്തത്. ഒന്ന് ഫ്രാൻസും മറ്റേത് കോസ്റ്റാറിക്കയുമാണ്. ആൻഡ് മെയിൻ ഫോക്കസ് എന്തായിരുന്നു? ഓഷ്യൻ്റെ ഹെൽത്തും അതേപോലെ തന്നെ ഓഷ്യൻ ഗവേണൻസുമാണ് മെയിനായിട്ടുള്ള ഈ മീറ്റിങ്ങിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 6th question, which state recently launched India's first government-backed OTT platform? ഗവൺമെൻറ് ബാക്ക്ഡ് OTT പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്ത സ്റ്റേറ്റ് ഏതാണെന്നുള്ളത്. ഏതാ സ്റ്റേറ്റ് നമുക്കറിയാം അല്ലേ? കേരളമാണ് ആ സ്റ്റേറ്റ് വരുന്നത്. അതിൻ്റെ പേര്, ആ ഒരു OTT പ്ലാറ്റ്ഫോമിൻ്റെ പേരും കൂടി ഉണ്ട്. എന്താണത്? സീ സ്പേസ് എന്നാണ് ആ പേര്.
So that is India's first government-backed OTT platform launched with the support from the Kerala State Film Development Corporation and the Department of Cultural Affairs in Kerala. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് കൾച്ചറൽ അഫയേഴ്സും അതേപോലെ തന്നെ KSFDCയുടെ കൊളാബറേഷനാണ്, സപ്പോർട്ടോടെയാണ് സീ സ്പേസ് എന്ന് പറയുന്ന ഒരു OTT ഗവൺമെൻറ് ബാക്ക്ഡ് OTT പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു മോഡൽ എന്ന് പറയുന്നത് പേ പെർ വ്യൂ മോഡലാണ്. ഒരു സിനിമയ്ക്ക് 75 രൂപ എന്നുള്ള രീതിയിലാണ് ചാർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഗവൺമെൻറ് ഹാസ് സാങ്ഷൻഡ് പ്രോജക്ട്സ് വർത്ത് മോർ ദാൻ ₹7,000 crore ഇൻ ദ ലാസ്റ്റ് 3 months അണ്ടർ ദ PM ജൻമൻ സ്കീം. അപ്പം PM ജൻമൻ സ്കീം എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദ്യം. സോ വാട്ട് ഡസ് PM ജൻമൻ സ്കീം സ്റ്റാൻഡ് ഫോർ? 7,000 കോടിയോളം കഴിഞ്ഞ 3 മാസത്തോളം ആയിട്ട് സാങ്ഷൻ ചെയ്തൊരു പ്രോജക്റ്റ് ഉണ്ട്. അപ്പോൾ PM ജൻമൻ സ്കീം എന്ന് പറയുന്നത് പ്രധാൻ മന്ത്രി ജൻജാതി ആദിവാസി ന്യായ മഹാ അഭിയാൻ. സോ ജൻജാതി ആദിവാസി ന്യായ മഹാ അഭിയാനാണ് PM ജൻമൻ സ്കീം. സോ ദിസ് ഇസ് റിലേറ്റഡ് ടു ട്രൈബൽ കമ്മ്യൂണിറ്റീസ്. ട്രൈബൽ കമ്മ്യൂണിറ്റീസിനെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാനുള്ളൊരു ഗവൺമെൻറ് സ്കീമാണ് ജൻജാതി ആദിവാസി ന്യായ മഹാ അഭിയാൻ എന്ന് പറയുന്നത്. 8th question, who recently launched the National Urban കോഓപ്പറേറ്റീവ് ഫിനാൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. ഇതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളും ഇതിൻ്റെ വിശദമായ കാര്യങ്ങളും അപെക്സ് ബോഡിയാണെന്നുള്ളതെല്ലാം തന്നെ നമ്മൾ നേരത്തെ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആര് ലോഞ്ച് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ആ സംബന്ധിച്ചുള്ള ആ ഒരു വീഡിയോ ഇവിടെ ഒരു ടാഗായിട്ട് ഇട്ടേക്കാം, ഏതാണ് വീഡിയോ എന്നുള്ളത്. അപ്പോൾ ഇതിന് ഡീറ്റെയിൽ നമുക്ക് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഡീറ്റെയിൽ ആ വീഡിയോയിൽ അവൈലബിൾ ആണ്. ഓക്കെ, സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആര് ലോഞ്ച് ചെയ്തു എന്നുള്ളതാണ്. യൂണിയൻ ഹോം ആൻഡ് കോർപ്പറേഷൻ മിനിസ്റ്റർ അമിത് ഷായാണ് ഈ ഒരു urban NUCFDC എന്ന് പറയുന്നത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്, ഈ അപെക്സ് ബോഡി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. 9th question, who is the new ലോക്പാൽ ചെയർപേഴ്സൺ? സോ പുതിയ ലോക്പാൽ ചെയർപേഴ്സണായിട്ട് നിയമിതനായത് ആരാണെന്നാണ് ചോദ്യം. ജസ്റ്റിസ് AM ഖൻവിൽക്കർ ആണ്. ഇദ്ദേഹമാണ് AM ഖൻവിൽക്കർ എന്ന് പറയുന്ന വ്യക്തി ജഡ്ജാണ്, റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജ്. ഇദ്ദേഹമാണ് പുതിയ ലോക്പാൽ ചെയർപേഴ്സൺ. ഈസ് ദി ഓൺലി സെക്കൻഡ് ചെയർപേഴ്സൺ ഓഫ് ദി ലോക്പാൽ. ഇതിപ്പോൾ രണ്ടാമത്തെ ചെയർപേഴ്സൺ ആണ്. ദ ഫസ്റ്റ് ചെയർപേഴ്സൺ വാസ് എ ഫോമർ സുപ്രീം കോർട്ട് ജസ്റ്റിസ് പിനാക്കി ചന്ദ്ര ഘോഷ്. സോ നേരത്തെ ഉണ്ടായിരുന്നത്, അതായത് ആദ്യത്തെ ലോക്പാലിലെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് പിനാക്കി ചന്ദ്ര ഘോഷ് ആണ്. ഇപ്പോഴത്തേത് രണ്ടാമത്തെ ചെയർപേഴ്സൺ മാത്രമേ ആവുന്നുള്ളൂ, AM ഖൻവിൽക്കർ എന്ന് പറയുന്ന വ്യക്തി. ദ അപ്പോയിൻമെൻറ്റ് കെയിം നിയർലി 2 years ആഫ്റ്റർ ദ പോസ്റ്റ് ഫെൽ വേക്കൻറ്റ്. സോ ഇത്രയും കാലം ഒരു ആക്ടിംഗ് ചെയർപേഴ്സൺ ആണ് നമുക്കുണ്ടായിരുന്നത്. 2 വർഷമായിട്ട് ഈ പോസ്റ്റിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഒരു അപ്പോയിൻമെൻറ്റ് നടക്കുന്നത്. 10th question, with whose collaboration Niti Aayog has launched Frontier Technology Labs in schools of strategic importance with an aim to democratize future technology. So സ്കൂൾസിൽ നീതി ആയോഗും വേറെ ആരും കൂടി ചേർന്ന് കൊളാബറേറ്റ് ചെയ്തിട്ട് ഫ്രണ്ടിയർ ടെക്നോളജി ലാബ് എന്ന് പറയുന്ന ഒരു സംഭവം സ്കൂൾസിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഉദ്ദേശം എന്താണ്? ടു ഡെമോക്രറ്റൈസ് ഫ്യൂച്ചർ ടെക്നോളജീസ്. സോ ഫ്യൂച്ചർ ടെക്നോളജീസ് കുട്ടികളിലേക്ക് എത്തുക എന്നുള്ള ഒരു എയിമോടെ കൊണ്ടുവന്നതാണ് ഈ ഫ്രണ്ടിയർ ടെക്നോളജി ലാബ് എന്ന് പറയുന്നത്. സോ നീതി ആയോഗും ആരുമായിട്ടുള്ള കൊളാബറേഷനാണ്? മെറ്റയുമായിട്ടുള്ള കൊളാബറേഷനാണ്. അടൽ ഇന്നൊവേഷൻ മിഷൻ, നീതി ആയോഗ് ആൻഡ് മെറ്റ. സോ 3 പേരും കൂടിയുണ്ട്. എയിം അടൽ ഇന്നൊവേഷൻ മിഷൻ, അതേപോലെ നീതി ആയോഗും മെറ്റ ഹാവ് അനൗൺസ്ഡ് ദ ലോഞ്ച് ഓഫ് ഫ്രണ്ടിയർ ടെക്നോളജി ലാബ്സ്. സോ ഇവർ മൂന്ന് ഓർഗനൈസേഷൻ്റെ കൊളാബറേഷനാണ് FTL എന്ന് പറയുന്ന ഫ്രണ്ടിയർ ടെക്നോളജി ലാബ്. സോ ഇതാണ് നമ്മുടെ 10 ചോദ്യങ്ങൾ. വീണ്ടും 2024 സംബന്ധിച്ചുള്ള ഈ ഒരു കറൻറ്റായിട്ട് നടക്കുന്ന ക്വസ്റ്റ്യൻസുമായിട്ട് 10 ചോദ്യങ്ങളുമായിട്ട് നമ്മൾ അടുത്ത ദിവസം കാണുന്നതായിരിക്കും. ബൈ.